ഈശോ ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ചു. നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ, ദൈവഹിതം നിറവേറണമെങ്കിൽ നിങ്ങൾ അവനിൽ വിശ്വസിക്കണമെന്ന് ഈശോ പറഞ്ഞു തന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ അവനിൽ വിശ്വസിക്കുക. അവനിൽ വിശ്വസിച്ചാലേ നിങ്ങൾക്ക് മതിയാവൂ. യഹൂദർ ഇത് കേട്ടു നിന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ നീ എന്ത് അടയാളമാണ് കാണിക്കുക? പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ പറഞ്ഞു, ദൈവം അഗ്നിയായി, അടയാളങ്ങളായി, അത്ഭുതങ്ങളായി, വചനമായി ഒക്കെ ഇറങ്ങി വന്നിട്ടും അവർ വിശ്വസിച്ചില്ല. ഇനിയും കൂടുതൽ അടയാളങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരുന്നു. ഈശോ തന്നെ ഇറങ്ങി വന്നിട്ടും ഈശോ അവരോട് വിശ്വസിക്കാൻ പറഞ്ഞിട്ട് അവർ പിന്നെയും തിരിച്ചു ചോദിച്ചു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ എന്ത് അടയാളമാണ് നീ പ്രവർത്തിക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നൂറുകണക്കിന് ധ്യാനങ്ങൾ, ഏകദിന കൺവെൻഷനുകൾ, എത്രയോ വചനങ്ങൾ ഓൺലൈനിലും അല്ലാതെ ഒക്കെ നമ്മൾ കേൾക്കുന്നു, എത്രയോ വചനങ്ങൾ നമ്മൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവിനെ വിശ്വസിക്കാത്ത ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. ധ്യാനം കൂടുന്നവർ പോലും അത്ര വലുതായിട്ട് വിശ്വസിക്കുന്നില്ല. ഇതിങ്ങനെ ഉറക്ക ഹല്ലേലൂയ പറയും, വിശ്വസിക്കുന്നതൊക്കെ പറയും, പക്ഷേ ഹൃദയത്തിന്റെ ആഴത്തിൽ വിശ്വസിക്കുന്നില്ല. കർത്താവേ, ഇനി നീ ഒരു അടയാളം പ്രവർത്തിച്ചാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് കർത്താവിനെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്ന ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. ഒത്തിരി ധ്യാനം കൂടി ഒരു ആത്മീയ തഴമ്പൊക്കെ പിടിച്ച് ഇനിയും അടയാളം കാണുമെന്ന് പറഞ്ഞ് ഓടി ഓടി നടക്കുകയാണ്. യഹൂദർ ഇതെല്ലാം കണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടിട്ട് പിന്നെയും ചോദിച്ചു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാൻ ഇനി നീ എന്ത് അടയാളമാണ് പ്രവർത്തിക്കുക?